മലയാളത്തിലെ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം ഈ 4 പേരായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നീട് മോഹൻലാൽ, മമ്മൂട്ടി മാത്രമായി. അത് അവിടേക്ക് ദിലീപിന്റെ എൻട്രി വന്നു. സുരേഷ് ഗോപി താരതമ്യേന അദ്ദേഹത്തിന്റെ സിനിമകൾ കുറഞ്ഞു വരുന്നു. ആ സമയത്ത് ജയറാം ഈ ഒരു താരനിരയിൽ നിന്ന് മാറി അന്യഭാഷയിലേക്ക് പോകുന്നു, അവിടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ എന്നുള്ള 2 പേരിലേക്ക് സിനിമ ഒതുങ്ങുന്നു. പിന്നീട് ദിലീപിന്റെ പല ഇഷ്യൂസും പിന്നെ അദ്ദേഹം മാറുന്നു. ആ സ്ഥാനത്തേക്ക് പലരും വന്ന് പൃഥ്വിരാജ് വരുന്നു പോകുന്നു. പക്ഷെ ഇപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ മാത്രം നിൽക്കുന്നത്. സുരേഷ് ഗോപി വീണ്ടും ചില സിനിമകളിൽ തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഈ ജയറാമിന്റെ ഒരു കരിയർ ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു ഭാഷയിൽ പോയി പല സൈഡ് വേഷം ചെയ്തു. ഇപ്പം കാളിദാസൻ പറഞ്ഞു നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് പോണേ, തമാശ രീതിയിലാണ് ജയറാം തിരുത്തി. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ പഴയ ഒരു സ്റ്റാർഡം നഷ്ടമായതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും തോന്നുന്നത് ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ? അല്ല, ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. സ്റ്റാർഡം എണ്ണുന്ന ഒരാളാണ് ജയറാമിന്റെ ബേസിക് പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗില്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങള്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയന്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി, അത് പുള്ളി കിട്ടില്ല. അപ്പോൾ CID ഉണ്ണികൃഷ്ണൻ BA ഒക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടം. മറ്റേ പുള്ളി പളനിയിലെ മറ്റേ അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈ നിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടുകൂടി ദിലീപിന് ചേരാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്.